You are the gem that knows its own radiance. Antara Celebration Diamonds from Kalyan Jewellers. കൊത്ത ഒരിക്കലും എന്നെ സംബന്ധിച്ചൊരു പരാജയത്തായിട്ട് ഞാൻ പറയില്ല. കാരണം കൊത്തയ്ക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. കൊത്തയുടെ തീംസ് ഇന്നും എല്ലാ എഡിറ്റിലും ഇൻക്ലൂഡിങ് സം ഓഫ് ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ മൂവീസിലും റെഫറൻസസ് ആയിട്ട് കൊത്തയുടെ ബീജിയംസ് ആണ് അവർ എഡിറ്റിൽ യൂസ് ചെയ്യുന്നത്. എഡിറ്റർ തന്നെ വിളിച്ച് പറഞ്ഞു. എന്നെ അതിൻ്റെ ആ മോഷൻ പോസ്റ്ററിന്റെ ട്രാക്ക് കണ്ടിട്ടാണ് എന്നെ സരിപോത ശനിവാരത്തിൽ വിളിക്കുന്നത്. എനിക്ക് രണ്ടത്തിനൊരു മെമ്മറീസ്. ഞാൻ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോയ്ക്ക് പാല മഹാറാണിയിൽ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാട്ട് വരുമ്പോൾ, കുഞ്ഞോളങ്ങൾ പോർഷൻ വരുമ്പോൾ ഒരു 3/4 ഓഫ് ദി ഓഡിയൻസ് കൂടെ ഇരുന്ന് പാടാണ്. പാട്ട് അത്രയും മുന്നേ ഇറങ്ങി എല്ലാവരും ലിപ്പിൽ ഈ പാട്ട്. അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. പടത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പാട്ട് വേണമെന്ന് നിർമ്മൽ പറയുന്നു. ഞാനാണെങ്കിൽ അമേരിക്ക ഒരുപാട് മിസ് ചെയ്യുന്നു. ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല. അപ്പൊ എൻ്റെ പിന്നെ എനിക്ക് ഈ സിന്ത് വേവ് വന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് സ്ട്രിപ്പിംഗ് ഓൺ സിന്ത് വേവ് നല്ല എങ്ങനെയെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യണം. അങ്ങനത്തെ സിനിമകൾ കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. ബേബി ജി എന്നോട് പറഞ്ഞു, ബേബി ഒന്ന് വരാം, നമുക്കൊന്ന് ഇതിന്റെ മുകളിൽ ഒരു പരിപാടി ചെയ്ത് നോക്കാം. ബേബി വന്നിട്ട് ഞാനപ്പോൾ ഒരു ഫ്ലോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫ്ലോയുടെ മേലെ ബേബി വേഴ്സ് ചെയ്തു. ഹുക്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഹുക്ക് കിട്ടി. ഈ തുടക്കം ഒരു രീതിയിലും മലയാളം വർക്ക് ആവുന്നില്ല. അപ്പൊ എന്നെ സുഹൈൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ദ ക്യൂ ഷോ ടൈമിൽ ജേക്സ് ബിജോയ്, വെൽക്കം. ആദ്യം ചോദിക്കാനുള്ളത് ഈ മൺസൂൺ മാംഗോസിലെ പാർട്ട്നേഴ്സാണ്. അതിൽ എനിക്കിപ്പോഴും കൗതുകരായി തോന്നിയിട്ടുള്ളത്, ഒരു കാലത്ത് മലയാള സിനിമയിലെ നിത്യകാഴ്ചയിലെ ഒരു സ്പെസിഫിക് ജോണർ എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലെയുള്ള ഡിസ്കോ, റെട്രോ കൈൻഡ് ക്ലബ് സോങ്സ് എന്നൊക്കെ പറയുന്നത് മേലേവാനം. അവിടെ നിന്ന് ഒരു പോയിന്റ് നിന്ന് പിന്നെ ഇത്തരം പാട്ടുകൾ നമ്മൾ അധികം കേൾക്കുന്നില്ല. നമ്മളിപ്പോഴും പറയുന്നത് പണ്ടത്തെ ആ പടത്തിലെ പാട്ട്, ഈ പടത്തിലെ പാട്ട് എന്നൊക്കെയാണ്. ആ സമയത്താണ് മൺസൂൺ മാംഗോസ് വരുമ്പോൾ ഈ ഓരോ സീ എന്നുള്ള രീതിയിൽ ഇതാദ്യം വരുന്നു. അവിടുന്ന് ഇത് റിപ്പീറ്റഡ്ലി കേട്ട് എല്ലാ കോളേജ് ഇവന്റുകളും മറ്റു പരിപാടി എല്ലായിടത്തും ഈ പാട്ട് സജീവമാകുന്നുണ്ട്. അത് കുറെ നാൾ കഴിഞ്ഞിട്ടാണ്. ഇതിന്റെ പടവും ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. സിനിമയിലെ ഇത്ര ഒരു പാട്ട് ചെയ്യുന്നത്, അതിനെടുക്കുന്ന എഫേർട്ടുകൾ, കാരണം യൂഷ്വൽ ചെയ്യുന്ന ട്രാക്കുകളല്ല, എടുക്കുന്ന എഫേർട്ടുകൾ വ്യത്യാസമുണ്ട്. സ്റ്റഡി, റിസർച്ച്, ഇതെല്ലാം വേറെ ആയിരിക്കുമല്ലോ. ഈ മേലേവാനം ഫസ്റ്റ് ഓഫ് ഓൾ ഈ അക്കരക്കാഴ്ചകൾ എന്ന് പറഞ്ഞൊരു TV സീരീസ് ഉണ്ട്. അതിന്റെ ഹ്യൂജ് ഫാനാണ് ഞാൻ. അബി വർഗീസ്, ആ ടീമിന്റെ. അപ്പൊ അവരിങ്ങനെ ഒരു സിനിമയായിട്ട് വന്നപ്പം ആ ഒരു ക്വർക്കി മീറ്ററാണ് വേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഈ പഴയ ഒരു സിനിമയിലെ ഒരു കഥാപാത്രം ചെയ്യുന്ന പാട്ടായിട്ടാണ്. അപ്പൊ അതിലോട്ട് ഒരു ക്യാബറെ കൈൻഡ് ഓഫ് സോങ് വന്നാൽ എങ്ങനെ ഇരിക്കും? പിന്നെ നമ്മുടെ മനസ്സിലുള്ള പണ്ടത്തെ ആ ടെംപ്ലേറ്റ് സോങ്സ് ഉണ്ടല്ലോ, അതിന്റെ പിന്നെ അതിന് നല്ല വരികളും കൂടെ വന്നപ്പോഴാണ് അത് ശരിക്കും. പിന്നെ അതിന്റെ ഏറ്റവും വലിയ കോൾ എന്ന് പറയുന്നത് ആക്ച്വലി അന്ന് വരെ മെലഡി സോങ്സ് മാത്രം പാടിക്കൊണ്ടിരുന്ന ശ്രേയ ഘോഷലിനെ കൊണ്ട് ആ പാട്ട് പാടിക്കണം എന്ന് പറഞ്ഞു. അതിന് ടീം ഓക്കെ എന്ന് പറഞ്ഞു. ശ്രേയാജി കേട്ടപ്പം മെലഡി ആന്ന് എഴുതി ലിറിക്സ് എഴുതി കേട്ടപ്പം ഇങ്ങനെ ഒരു പാട്ട് ഞാൻ പെട്ടെന്ന് പാട്ട് കേൾക്കാതെ റെക്കോർഡിങ്ങിന് വിളിച്ചത്. പുള്ളിക്കാരത്തെ അങ്ങ് സ്റ്റണ്ടായി. ഇത് പക്ഷെ പാടി എൻജോയ് ചെയ്തു. അതുകൊണ്ട് ഇപ്പോഴും ഷോസിലൊക്കെ പാടാറുണ്ട്. അത് ആ പടത്തിന്റെ ഒരു ടോട്ടാലിറ്റി വന്ന അത് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ്. പണ്ടത്തെ എന്താ പറയുക, ഞാനൊരു 6-7 മാസം ഇരുന്ന്, വേറെ സിനിമകളില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ അങ്ങനെ ഇരുന്ന് ചെയ്ത് ഫസ്റ്റ് രണ്ടാമത്തെ സിനിമ മൺസൂൺ മാംഗോസ് ആണ്. അപ്പൊ അന്ന് ആലോചിച്ച് നോക്കി, അതും ഫഹദിന്റെ ഒരു പടം, അബി വർഗീസ്, ഉഗ്രം ക്യാൻവാസ്. അവിടെയാണ് ഞാൻ നിർമ്മൽ സഹദേവയ്ക്ക് അന്ന് അവിടെ അസിസ്റ്റന്റ് ആണ് ആ പടത്തില്. സോ അങ്ങനെ ഒരുപാട് പേരുടെ ഒരു ഐ റിയലി ലൈക്ക്, ഐ തിങ്ക് വൺ ഓഫ് മൈ ബെസ്റ്റ് വർക്ക് എന്ന് ഞാൻ പറയുന്നത് അതാണ്. ഈ മാസൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സിമ്പിൾ ചെയ്തായിരുന്നു തുടക്കം. പിന്നെ വെസ് ആൻഡേഴ്സന്റെ ഭയങ്കര ഫാനാണ്. വെസ് ആൻഡേഴ്സൺ, പിന്നെ അലക്സാണ്ടർ ഡെസ്പ്ല, അവർ ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ഓഫ് മൂവീസ് ഉണ്ടല്ലോ, മൂൺ റൈസ് കിങ്ഡം, പിന്നെ ഈ ഗ്രാൻഡ് ബുഡാപെസ്റ്റ് ഹോട്ടൽ. അപ്പൊ അതിന്റെയൊക്കെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഞാനിതിനെ കണ്ടത്. ആരും കേട്ടില്ലെന്നുള്ള എന്റെ അന്ന് ഓർക്കുന്നുണ്ട്, കാണാൻ വന്നവരൊക്കെ പറഞ്ഞിട്ട് ഒന്നും മനസ്സിലായില്ല, പാട്ടൊന്നും. പക്ഷെ ഇപ്പൊ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിലെ മറ്റൊരു സോങ് ഇല്ലേ, ഈ പം പം പം, ഈ ഹമ്മിങ് വരുന്ന വിജയ് പാടിയ പാട്ട്, ഭയങ്കര രസമുള്ള സോങ് ആയിരുന്നു. ഒരു അവസ്ഥ പാട്ട്, ചേർച്ച് മൂഡിലുള്ള. ഡിവോഴ്സിനൽ പരിപാടികളൊക്കെ അതിലുണ്ടായിരുന്നു. അത് ആ ഒരു എക്സ്പെരിമെന്റ് ഒക്കെ അതിൽ ട്രൈ ചെയ്തു. പക്ഷെ ഉദ്ദേശിച്ച ഒരു
അത് ഭയങ്കര അന്ന് ഞാൻ കഷ്ടപ്പെട്ട് US എന്നൊക്കെ സിനിമ ചെയ്യാനൊരു വന്ന സമയമല്ലേ. അപ്പോൾ ഇത് രണ്ടും ഒന്നും വർക്ക്ഔട്ട് ആകാത്തപ്പോൾ ഭയങ്കര ഒരു ഡിസപ്പോയിൻമെന്റ് ആയിരുന്നു. പിന്നെ നമ്മളങ്ങ് എഴുന്നേറ്റ് അടുത്ത പരിപാടി നോക്കി. ഇത് പറയുന്നത് തോന്നുന്നു ഈ ആദ്യ സിനിമ ഏഞ്ചൽസ് വരുമ്പോൾ ഇത് ഭയങ്കര ചലഞ്ചാണല്ലോ. ഇവിടെ ഞാൻ എൻ്റെ പണിയിൽ ഒരു പഞ്ചുണ്ടെന്ന് ആളുകളെ അറിയിക്കണം. ഇവിടെ നിന്നാണ് എൻ്റെ കരിയർ തുടങ്ങാൻ പോകുന്നത്. ഏഞ്ചൽസ് നായകന്റെ ഇൻട്രോ സിനിമ തുടങ്ങുന്ന ഒരു പാട്ടില് ഇന്റർവെൽ പഞ്ച് പാട്ടില് ഈ പാട്ടിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. ഒരു ടെംപ്ലേറ്റ് ഞാൻ പറഞ്ഞ ഒരു ത്രില്ലർ പടത്തിന്റെ ഹുക്കിംഗ് എലമെന്റുകളിൽ 2 എണ്ണത്തിൽ പാട്ടാ പ്ലേസ് ചെയ്യുന്നത്. ഇതിൽ മ്യൂസിക്കിൽ ലോക്ക്ഡ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് പ്രേക്ഷകർക്ക് അതിൽ യൂസ്ഡ് ആണ്. ആ സ്റ്റൈലില് പാട്ടിൽ ഇവരെ ലോക്കാക്കിയിരുത്തണം ഈ ക്യാരക്ടറിന്റെ ഒപ്പമുള്ള ജേണി. ഈ ഏഞ്ചൽസിലോട്ടുള്ള എൻട്രി എങ്ങനെയാണ്? മൈ ഫസ്റ്റ് മൂവി. അപ്പം അതിനു മുമ്പ് ജോൺ മർക്കോസിന്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തിട്ടുണ്ട്, ഡർട്ടി ഡയാന എന്ന് പറഞ്ഞു. ജോൺ RJ ആയിരുന്നു, ഇപ്പോഴും ആയിരുന്നു അല്ലേ, ഹിറ്റ് FM RJ ആണ് അവൻ. ജോണിന്റെ ഒരു ഫസ്റ്റ് ഡെബ്യൂ വെഞ്ചർ ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പം ഞാൻ അതിനു മുമ്പ് US എനിക്കൊരു ജോലി ഉള്ളപ്പോൾ പോലും ഇവിടെ ഓൾറെഡി ബിഫോർ ഗോയിങ് ടു ദി US ഇവിടെ നിന്ന് കുറേ ഷോർട്ട് ഫിലിംസും ആൽബംസ് ഒക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ടും ജോലി കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ലാപ്ടോപ്പ് എടുക്കുക, മിഡി കീബോർഡ് എടുത്ത് വർക്ക് ചെയ്യുക പതിവ്. ഷോർട്ട് ഫിലിംസ് ഇഷ്ടംപോലെ ഷോർട്ട് ഫിലിം അവിടെ നിന്ന് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഡർട്ടി ഡയാന വരുന്നത് ചെയ്തു കൊടുക്കുന്നു. അടുത്ത ആഡ് എന്തെങ്കിലും വരും, വൈകുന്നേരം ഒന്ന് ചെയ്യും, തിരിച്ച് രാവിലെ ഓഫീസിൽ പോകും. അങ്ങനെ ഒരു ദിവസം ജോൺ വിളിച്ചു, ശ്രീജിത്ത് സുജിത്ത് 2 ബ്രദേഴ്സാണ് അവർ, എഡിറ്റർ ആൻഡ് സിനിമാറ്റോഗ്രാഫർ. അവർ പറഞ്ഞു, എടാ ജോൺ ഇങ്ങനെ പടം ചെയ്യാൻ പോവാണ്, വേറൊരു പടമുണ്ട് താക്ക എന്ന് പറഞ്ഞു. ആക്ടർ വിജയുടെ കസിൻ ബ്രദർ സഞ്ജീവ് വിക്രാന്താണ് ആക്ടർ. ഇപ്പൊ സഞ്ജീവ് സാറ് ജെയ്സൺ സഞ്ജയുടെ പടം സഞ്ജീവ് സാറാണ് ഇപ്പോൾ അത് മേലോട്ടൊക്കെ വഹിക്കുന്നത്. അപ്പം സഞ്ജീവ് ആണ് ഡയറക്റ്റ് ചെയ്യുന്നത്, വിക്രാന്താണ് ആക്ടർ. അങ്ങനെ ഒരു പടം, പിന്നെ ഇതുകൊണ്ട് 2 സിനിമ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കേടാ, ഞാൻ ഇങ്ങോട്ട് അയച്ചെന്നാൽ ഞാൻ ചെയ്യാം. അയച്ചാറിലൊന്നും നടക്കില്ല, നീ ഇവിടെ വന്നേ പറ്റൂ. എന്തുകൂടെ പറയുന്നത്, പ്രാക്ടിക്കൽ അല്ലല്ലോ. ഐ ഓൾറെഡി വർക്കിംഗ് ഡിസ്ട്രിക്റ്റിൽ നല്ലൊരു ജോലിയുണ്ട്, അത്യാവശ്യം അവിടെ ഇനി അവിടെ കണ്ടിന്യൂ ചെയ്യാം, കംഫർട്ടബിളായി സാൻ ഫ്രാൻസിസ്കോയിൽ. അപ്പം ഈ വരുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അന്ന്. കാരണം അത് കംഫർട്ടബിൾ ആയിട്ട് ഞാൻ അവിടെ നിന്ന് ചെയ്യുന്നുണ്ട്, അവർ പറയുന്നതല്ല ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഈ തമിഴ് ഡയറക്ടർ സഞ്ജീവ് സാർ പറഞ്ഞു, ഒരു രക്ഷയില്ല, വന്നേ വെക്കൂ, വരാതെ രക്ഷയില്ല, എനിക്ക് കമ്പോസറിന്റെ കൂടെ ഇരുന്ന് ജോലി ചെയ്യണം. അപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലായി. ചെയ്യാൻ വേണം, ഒരാഗ്രഹമാണ്. അന്ന് വരെ ഐ വോണ്ട് ടു ഡു ഫിലിംസ്, ഐ വോണ്ട് ടു പറഞ്ഞു നടക്കുന്ന ഒരു കൂൾനെസ്സിൽ പറഞ്ഞു നടക്കുന്ന ഒരു ആക്ച്വൽ സ്റ്റെപ്പ് എടുത്ത് വെക്കണ്ടേ. അത് ഒരു വെൽ പേയിങ് ജോബ് അവിടെ നിൽക്കുന്നു, സ്റ്റുഡൻറ് ലോൺസ് കിടക്കുന്നു, ഇതെല്ലാം ഫിനിഷ് ചെയ്യണം. അപ്പം ആ ഒരു കോള് ഞാനിങ്ങനെ ഫാദറിനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ആദ്യം കുറച്ച് ഹെസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നീ വേണേൽ ട്രൈ നോക്കുമെന്ന് പറഞ്ഞു. ഞാൻ 6 മാസം ഒരു ബ്രേക്ക് ജോലിയിൽ നിന്ന് ചോദിച്ചു ബോസിനോട്. പുള്ളി അന്ന് ഭയങ്കര ഡെഡ് ലൈൻസ് ഒക്കെ നിൽക്കുകയാണ്. ഞങ്ങൾ ഈ വീഡിയോ ഗെയിംസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ സിനിമകൾ പോലെ അല്ലെങ്കിലും അന്ന് ഐഫോൺ ഗെയിംസ് ഒക്കെ അഡ്വെന്റ് ആയ സമയമാണ്. അപ്പം ഈ ബ്രേവ് എന്ന് പറയുന്ന സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ അതിന്റെ ഇമ്മീഡിയറ്റ് ഞാൻ ഡിസ്നിയിലായതുകൊണ്ട് വീൽ ഡു ദ ഗെയിംസ്. അപ്പൊ പിക്സാറിൽ പോയി അസറ്റ്സ് ഒക്കെ എടുത്ത് ഐ വിൽ ബി വർക്കിംഗ് ഓൺ ദ ഗെയിംസ്. ഓഡിയോ ടീമിലായിരുന്നു ഞാൻ. അപ്പം ആ ഗെയിമിന് ഷിപ്മെന്റ് ഉണ്ട്. ഒരു 7 മാസം 8 മാസം ആയിരിക്കും ഒരു ഗെയിം ഫിനിഷ് ചെയ്ത്. ഐഫോൺ ഗെയിംസ്, കോൺസോൾ ഗെയിംസ് വിൽ ടേക്ക് വേ മോർ ടൈം, ഒരു 3-4 വർഷമൊക്കെ. പക്ഷേ ഈ ഐഫോൺ ഗെയിംസ് ഷിപ്മെന്റ്, അപ്പം ഞാൻ ഏതോ ഒരു ഡെഡ് ലൈൻ്റെ വക്കത്ത് ഭയങ്കര ടാസ്കുകളൊക്കെ നിൽക്കുന്ന സമയത്ത് എനിക്ക് സിനിമ ചെയ്യാൻ. അപ്പോൾ ബോസ് പറഞ്ഞു, സി ഇറ്റ്സ് യുവർ കോൾ, ഐ നോ യുവർ പാഷനറ്റ്. അവർ അതാണ് കേട്ടോ, പുള്ളി അത് അപ്രിഷിയേറ്റ് ചെയ്തു. എൻ്റെ ഈ വട്ടം അറിയാം കുറേ നാളായിട്ട്, ലൈക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഗെയിംസിലായാലും വേറെ കമ്പോസേഴ്സിനെ അവർ ഹയർ ചെയ്യുമ്പോൾ പറയും ഒരു പോർഷൻ ഞാൻ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ച് എൻ്റെ അസറ്റ്സ് ഒക്കെ അതിനകത്ത് ഇടാറുണ്ട്. അങ്ങനെ ഓൾവേസ് വാസ് ഇൻട്രസ്റ്റഡ് ഡു സംതിങ്, സ്കോർ ചെയ്യണം, മ്യൂസിക് ചെയ്യണം എന്നുള്ളതാണല്ലോ ഇൻട്രസ്റ്റ്. ബ്രേക്ക് ഫ്രം വർക്ക് എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര സ്ട്രഗിൾ. ഒന്നും ഒരു കോണ്ടാക്ട്സ് ഇല്ല. ഞാൻ ആദ്യം ചെന്നൈയിലാണ് പോകുന്നത്. അപ്പം ഈ പടം ഓണാവുന്നുമില്ല, അറിയാലോ. അത് ആദ്യമായിട്ട് സിനിമ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. ആ സ്ട്രഗിള് ഞാൻ അതിനെപ്പറ്റി പിന്നെ പറയാം. ഏഞ്ചൽസ് ആണെങ്കിലും ഇറ്റ്സ് ടേക്കിംഗ് ടൈം, താക്കും ടേക്കിംഗ് ടൈം. ഞാൻ അവിടെ ജോലി കഴിഞ്ഞപ്പോൾ വന്നിരിക്കുകയാണ്. അത് ഞാൻ തിരിച്ചു പോയി ഒരു മാസം കഴിഞ്ഞിട്ട്. പിന്നീട് വളരെ ഡിറ്റർമിൻഡ് ആയിട്ട് മനസ്സിലങ്ങ് ഇത് പറഞ്ഞു, ലെറ്റ് മീ ട്രൈ ദിസ് ഫുൾ ടൈം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് അവരോട്, എനിക്ക് അന്ന് ആ ചെറിയ ബ്രേക്ക് എടുക്കുമ്പോൾ അവരെനിക്ക് പേ ചെയ്യുന്നുണ്ടായിരുന്നു, മാസം പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പെട്ടിങ് കിടക്കൊക്കെ ഇങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് ഞാൻ എന്നാൽ ഇത് ഫുൾ ടൈം ട്രൈ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്ന്. ആദ്യത്തെ 1.5 വർഷം ശരിക്കും ഒരു സ്ട്രഗിളായിരുന്നു. സ്ട്രഗിൾ എന്ന് വെച്ചാൽ അത്രയും കംഫർട്ടും അത്ര ഒരു
നല്ല പേ ഒക്കെ വരുന്ന എല്ലാം വിട്ടിട്ടുള്ള ആ ഒരു ദാറ്റ്സ് വൈ ഐ സേ യു ഹാവ് ടു ടേക്ക് ദോസ് റിസ്ക്സ്. ഏതൊരു കാര്യത്തിലും ആ റിസ്ക് ഇപ്പൊ പേ ഓഫ് ചെയ്തതിൽ എൻ്റെതായ രീതിയിൽ അത് പേ ഓഫ് ചെയ്തു. ബട്ട് ആ ഒരു കോൾ എടുത്തില്ലായിരുന്നെങ്കിൽ ഐ വുഡ് ബി കംഫർട്ടബിൾ ദയർ. ഇപ്പം പണിയൊക്കെ ഉണ്ടാവും, പക്ഷേ ഈ ഒരു ഇമ്പാക്ട് ആൾക്കാരിലോട്ടോ ഞാൻ ചെയ്യുന്ന വർക്കിലോ ഉണ്ടാവാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ ഏഞ്ചൽസ് ഇറങ്ങി, ജോൺ വിളിച്ച്, ജോണിൻ്റെ കൂടെ കുറേ ഡിസ്കഷൻസ് ഉണ്ടായി. ഇന്ദിരേട്ടൻ അന്ന് എനിക്ക് നേരത്തെ അറിയാം, ഇന്ദിരേട്ടൻ എന്നെ കുറേ സപ്പോർട്ട് ചെയ്ത മലയാളിയുടെ സമയത്തൊക്കെ. ഇന്ദിരേട്ടൻ എനിക്ക് നേരത്തെ, ഇന്ദിരേട്ടൻ വെച്ച് ഫസ്റ്റ് സോങ് ചെയ്യുന്നു, പഠിച്ച കാര്യങ്ങളൊക്കെ അവിടെ വന്ന് അപ്ലൈ ചെയ്യുന്നു. എല്ലാ പാട്ടും സ്ട്രിങ്സും സ്ട്രിങ് ബാക്കിങ്ങും ഹൈബ്രിഡ് സ്കോറിങ്ങും ഒക്കെ അന്നേ നമ്മൾ ആ സിനിമ വന്നു. അതിന് എന്താ പറയുക, നമ്മളത് മാക്സിമം പൊട്ടൻഷ്യലിലാണ് ചെയ്തത്. ഫസ്റ്റ് ഷോ കണ്ടപ്പോൾ നമ്മളൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടായിരുന്നു. പക്ഷെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഡിഫറെന്റ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. ഞാൻ ലൈവായിട്ടിരുന്ന് കാണുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു കൺഫൈൻ സ്പേസിൽ നിന്ന് കണ്ടിട്ട് പിന്നീട് വന്ന് കാണുമ്പോഴാണ് നമുക്ക് അതിന്റെ റിയൽ പിക്ചർ കിട്ടുന്നത്. വലിയ ക്യാരക്ടർ ഓഫ് ഓഡിയൻസിന്റെ അപ്പോൾ അതിന്റെ കുറവുകളൊക്കെ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ പടമൊന്നുമില്ല, ഒരു വർഷം ചുമ്മായിരുന്നു. അപ്പം വീട്ടിൽ ചെല്ലുമ്പോൾ ആന്റിമാരൊക്കെ ചോദിച്ചു തുടങ്ങിയടാ നിനക്ക് തലയ്ക്കകത്ത് അവിടുത്തെ ജോലി വിട്ട്. അപ്പൊ ആ ഒരു ഞാൻ പിന്നെ എപ്പോഴും എനിക്ക് ഉള്ളിൽ എന്തെങ്കിലും ഒരു സംഭവം നടക്കും എന്നുള്ളൊരു പോസിറ്റീവ് ഡ്രൈവ് ഉണ്ട്. സംതിങ് വിൽ ഹാപ്പൻ, ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നുള്ളൊരു സംഭവം ഐ കീപ്. എപ്പോഴും സ്കൂൾ ടൈം തൊട്ടേ ആ ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു. സോ അതിന് സംതിങ് വിൽ കം അപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഓർക്കപ്പുറത്ത് ഈ അബി വർഗീസിന്റെ കോൾ വരുന്നത്. അത് വേറെ കുറച്ച് കമ്പോസേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഒരു ജോണർ ഇങ്ങനെ ഒരു ക്വക്കി പരിപാടി വേണം. അപ്പോൾ അങ്ങനെ ജോഷി തോമസ് പള്ളിക്കൽ എന്ന് പറഞ്ഞൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, പുള്ളി ഞാൻ നേരത്തെ ഒരു ആൽബത്തിൽ വർക്ക് ചെയ്ത പരിചയം വെച്ചിട്ട് തന്നെ ഞാൻ ഇങ്ങനെ US-ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ച് തന്ന മൺസൂൺ മാംഗോസ്. എനിക്ക് തോന്നുന്നു ഈ ഏഞ്ചൽസിന്റെ കാര്യം പറയുമ്പോഴേ ഇതിൽ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ട്രയൽ ആൻഡ് എറർ, ലേണിംഗ് അൺലേണിംഗ്, ഇതിന്റെ എല്ലാം റിസൾട്ടായിട്ട് ജെക്സ് ബിജോയ് ചെയ്ത സ്കോറുകളിൽ ഭയങ്കര രസമുള്ളതായി തോന്നിയിട്ടുണ്ട്. ഈ ധ്രുവങ്ങൾ 16 അവിടെ പാളിയത് വേണ്ട, എന്നാൽ അവിടെ വർക്ക് ആയതിനെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം. ഈ ധ്രുവങ്ങൾ ടൈറ്റിൽ മുതൽ നമ്മൾ ഈ സൗണ്ട് സ്കേപ്പും കൂടെ കൂടെയുണ്ട് എല്ലാ മൊമെന്റില്. ഈ എനിക്ക് തോന്നുന്നു കാർത്തിക് എന്ന് പറയുന്ന സിനിമ പ്ലേസ് ചെയ്തേക്കുന്നതിലും ഹൈകളിലും ലോകളിലും മ്യൂസിക് വെച്ചിട്ടുണ്ട്, സൈലൻസ് പിടിച്ചിട്ടുണ്ട്. എനിക്ക് കേൾക്കുമ്പോഴേ അടിപൊളി, ഇത്ര ഒബ്സർവ് ചെയ്തത് എനിക്ക് ഫേവറേറ്റ് പടം അത്. കാരണം ധ്രുവങ്ങൾ 16 എത്തുമ്പോൾ ഞാൻ അത്രയധികം ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. നാളെ എടുക്കണമെന്ന് പറഞ്ഞൊരു തമിഴ് കോമ്പറ്റീഷൻ, എല്ലാം ത്രില്ലേഴ്സ്. ഐ ലവ് ത്രില്ലേഴ്സ്. എൻ്റെ ഒരു ഇപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാൻ. കാരണം ഈ മോട്ടീവ്സ് പ്ലേസ് ചെയ്ത് അത് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്, പല ഓർക്കസ്ട്രേഷനിൽ വരുന്നത്, പല ഇൻസ്ട്രുമെന്റ്സിൽ കൊണ്ട് തിരിച്ച് ലേറ്റ് മോട്ടീവ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതൊക്കെ, പിന്നെ തീംസ് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈ ധ്രുവങ്ങൾ 16 പോയിന്റ് ആയപ്പോൾ അപ്പോഴത്തേക്ക് ഞാനൊരു 4-5 പടം മേ ബി മോ. അപ്പം നമുക്കൊരു ബ്രേക്കിന് അന്ന് ഒരു പടം ഹിറ്റില്ല എനിക്ക്. ഓൾമോസ്റ്റ് 2014 വന്ന് പടം ഇറങ്ങി 18 വരെ ഒരു ഹിറ്റില്ല. ലിറ്ററലി ഇൻഡസ്ട്രിയിൽ പടം ചെയ്യുന്നുണ്ടെന്നല്ലാതെ നമുക്കൊരു ഹിറ്റില്ലെങ്കിൽ നിലനിൽപ്പില്ലല്ലോ. അപ്പം ധ്രുവങ്ങൾ 16 ഒരു സബ്ജക്ട് ലൈൻ കേൾക്കുമ്പം ഈ പയ്യൻ്റെ ഒരു ഷോർട്ട് ഫിലിം എന്തോ ചെയ്തിരിക്കുക ശ്രീത്ത്. ഞാൻ പറഞ്ഞു ഷോർട്ട് ഫിലിം പിള്ളേരോട് ഇനിയും നീ ചെയ്യണോടാ, നമുക്ക് പടം ചെയ്യാം. ശ്രീത്തിലൂടെയാണ് നമ്മൾ നല്ലൊരു ഇല്ലടാ ഇവൻ്റെ നീ കഥയൊന്ന് കേട്ട് നോക്ക്, ഐ മീൻ ഇറ്റ് വിൽ വർക്ക്. അപ്പം എനിക്കൊരു ഹോപ്പും ഇല്ല. കാരണം എഗെയിൻ അനദർ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാർത്തിക് അത് നറേറ്റ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും ഒരു നോവൽ വായിക്കുന്നത് ഗൈ ഹാഡ് സോ മച്ച് കൺവിക്ഷൻ. ആ സാധനം കേട്ടപ്പോൾ നമ്മുടെ ശരിക്കും ലിറ്ററലി കിളി പോയി. ലൈക്ക് ഇറ്റ് വാസ് എ ബ്രില്യൻ സ്ക്രിപ്റ്റ്. അത് എക്സിക്യൂട്ടീവ് വന്നപ്പോൾ എനിക്ക് പിന്നെയും ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അത് വേറെ സിംഗിൾ ഷോട്ട്സ് ഒക്കെ കുറേ അധികം ഉണ്ടായിരുന്നു. ഇഫ് യു നോട്ടീസ് റഹ്മാൻ സാർ ഒരു വീട്ടിൽ കൂടെ പോയി, അപ്പോൾ എനിക്ക് ആ മിസ്റ്ററി കിട്ടുമെന്നുള്ളൂ. പക്ഷെ അതിലാണ് മ്യൂസിക്കിന്റെ മാജിക് വരുന്നത്. അതെനിക്ക് ചിലപ്പം വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴത് നമ്മൾ ആ ക്ലൈമാക്സിന്റെ ആ മൂഡ് പിടിച്ച് ആദ്യം തന്നെ പോകുന്നത് ദേഴ്സ് എ മിസ്റ്ററി, യു ആർ ഗോയിങ് ടു സീ സംതിങ് എന്നുള്ള ഒരു പ്ലേ ഉണ്ടല്ലോ ത്രൂ ഔട്ട്. അത് വന്ന് ലാസ്റ്റിലൊരു ആ ഒരു വ്യക്തിയുടെ ഒരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആണത്, ഒരു മോണോലോഗൊക്കെ വന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സിനിമയാണ് അത്. ഒരു ഡൗട്ടും ഇല്ലായിരുന്നു വർക്ക്ഔട്ട് ആവുന്നു. ഈ ലെവലിലോട്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരു ഐക്കോണിക് സിനിമയാണെന്നൊന്നും കരുതിയില്ല. ബട്ട് ദാറ്റ് ഗേവ് മീ ആക്ച്വൽ ബ്രേക്സ് ഇൻ മലയാളം. ധ്രുവ 16 എഫക്റ്റ് ആയിട്ടാണ് എന്നെ ടിനു സ്വാതന്ത്ര്യ അർദ്ധരാത്രി വിളിക്കുന്നത്. അങ്ങനെ കുറച്ചധികം പിന്നീട് രണം ഒക്കെ ഐ ഡിഡ് ഇറ്റ് ഓൾറെഡി ബിക്കോസ് നിർമ്മൽ ഉണ്ടായിരുന്നു. ബട്ട് ലോട്ട് ക്വീൻ ഞാൻ ഡിജോയുടെ ഏഞ്ചൽസ് അങ്ങനെയാണ്. പിന്നെ ഡിജോ നമ്മള് കുറെ വർഷത്തെ പരിചയം.
അല്ല എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ധ്രുവങ്ങൾ പറയുമ്പോഴാണെങ്കിലും സ്വാതന്ത്ര്യത്തിൽ ചെയ്ത പാട്ടാണെങ്കിലും ഈ പറഞ്ഞ ത്രില്ലർ ഈ മൂഡിൽ നിന്ന് മാറി ഭയങ്കര സെലിബ്രേഷൻ മൂഡില് ജെയ്ക്സിന്റെ ഒരു പ്ലേലിസ്റ്റ് വരുന്നത് ഈ ക്വീനിലെ ഈ മറ്റേ അതിൽ ഭയങ്കര എന്താ പറയാ ക്യാമ്പസ്. കാരണം ആ പടം ഇപ്പോഴും ഒരു അത്ഭുതമാണ്. കാരണം എന്തൊക്കെ ആൾക്കാർക്ക് ബി ടു ഒപ്പീനിയൻസ് അബൌട്ട് ഇറ്റ്, പടം അങ്ങനെ ഇങ്ങനെ, ബട്ട് ദാറ്റ് മൂവി വർക്ക്ഡ്, തിയേറ്ററിൽ വർക്ക് ആയ സിനിമയാണ് അത്. ഡിജോയുടെ കൺവിക്ഷൻ ആണ് കേട്ടോ. കാരണം ആരും അറിയാവുന്നവരില്ല, നമ്മൾ സാനിയൊന്നും ആർക്കും അറിയില്ല. ക്വൈന്റ് പോപ്പുലർ, കുറച്ച് പോപ്പുലർ ആയിട്ട് ആക്ടേഴ്സ് എല്ലാം ന്യൂ, പ്രൊഡ്യൂസർ ന്യൂ, ഡയറക്ടർ ന്യൂ, റൈറ്റർ ന്യൂ. ഞാൻ മാത്രം 4 സിനിമ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫുൾ ന്യൂ ക്രൂര് വെച്ചിട്ട് എങ്ങനെ നല്ല കോസ്റ്റും ആയി സിനിമ. അന്നത്തെ സമയത്ത് 3+ സംതിങ് ആയി. അത് ഹി വാസ് ഷുവർ ഓക്കെ വി ഹാവ് ടു മേക്ക് എ പ്രീ റിലീസ് വീഡിയോ. ആദ്യത്തെ പാട്ട് ഹിറ്റ് അടിക്കണം, രണ്ടാമത്തെ പാട്ട് ഹിറ്റ് അടിക്കണം, മൂന്നാമത്തെ പാട്ട് പിള്ളേരെ വെൽക്കമിങ് ചെയ്യുന്ന ലാലേട്ടന്റെ നെഞ്ചിനാട്ട് ലാലേട്ടൻ വർക്ക്, പൊടിപ്പാറിന്റെ വർക്ക്, വെണ്ണിലവേ വർക്ക്, ഓൾ സോങ്സ് വർക്ക്. ആ ഫോമില എപ്പോഴും ഉള്ളത് കേട്ടോ. ഒരു പടത്തില് ഇപ്പൊ അത് ഫോക്കസ് ചെയ്യുന്നില്ല. ആക്ച്വലി ദ ഈസിയസ്റ്റ് തിങ് ഫോർ എ മൂവി ടു റീച്ച്, പാട്ടിൽ 2-3 മസ്റ്റ് ഹിറ്റ് ആയത് പിന്നെ ഗ്രൗണ്ട് ലെവലില് സെറ്റ് ആയില്ലേ, ആൾക്കാർക്ക് ഇമോഷണൽ കണക്ഷൻ കിട്ടിയില്ലേ, അതവനത് ഫോളോ ചെയ്തു. മൂവി ഓൾസോ വർക്ക്. അതാണ് മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഹിറ്റ് എന്തോ ഒരു ഇത് വരുന്നത്. ഈ ഒരു 10ഓളം സിനിമയുടെ ഒരു ചെറുപ്പം എത്തുന്ന സമയത്താണെന്ന് തോന്നുന്നു ഈ രണം വരുന്നത്. രണം വരുമ്പോൾ സ്റ്റിൽ മോളിവുഡിലൊരു ബാങ്ക് സോങ്സ് പ്ലേലിസ്റ്റിൽ ഇപ്പോഴും ഒരു ഹൈ ഒക്ടൈൻ പാട്ട് എന്ന് പറയുന്ന പോലെ ലോ ആയിരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ കേൾക്കുന്നത്. അതെ അതെ, പേഴ്സണലി ഞാനും നമുക്ക് ആ സോങ്ങിനോട് ഒരു കണക്ഷൻ ഉണ്ട് ഇപ്പോഴും. എനിക്ക് രണത്തിനൊരു മെമ്മറീസ്, ഞാൻ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോയ്ക്ക് പാല മഹാറാണിയിൽ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാട്ട് വരുമ്പോൾ, കുഞ്ഞോളങ്ങൾ പോർഷൻ വരുമ്പോൾ ഒരു 3/4 ഓഫ് ദി ഓഡിയൻസ് കൂടെ ഇരുന്ന് പാടാണ്. പാട്ട് അത്രയും മുന്നേ ഇറങ്ങി എല്ലാവരും ലിപ്പിൽ ഈ പാട്ട്, അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. എനിക്ക് ചോദിക്കാനുള്ളത്, രണത്തിനൊരു ആ പാട്ട് കംപ്ലീറ്റ് ഡിസൈൻ, റാപ്പ് പോർഷൻ, കുഞ്ഞോളങ്ങൾ, തമിഴ് ലിറിക്സ് വരുന്നത്, ഇതിന്റെ ഒരു സെറ്റിംഗ് അറേഞ്ച്മെന്റ് എന്തായിരുന്നു ബ്രീഫ് ശരിക്കും പടത്തിന്റെ? ആ പടം കണ്ടപ്പോൾ മനസ്സിലാവല്ലോ, റഹ്മാന്റെ ക്യാരക്ടറിന് ഒരു തമിഴ് ബാക്കിംഗ് ആണ്. രാജു ഒരു എന്താ ഒരുപാട് ട്രോമയിലൂടെ പോയിരിക്കുന്ന ഒരു ചൈൽഡ്ഹുഡുള്ള ഒരു വ്യക്തി, പിന്നെ നടക്കുന്ന ഡിട്രോയിറ്റ് സെറ്റ്. അപ്പൊ നമുക്ക് പടത്തിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു പാട്ട് വേണമെന്ന് നിർമ്മൽ പറയുന്നു. ഞാനാണെങ്കിൽ അമേരിക്ക ഒരുപാട് മിസ് ചെയ്യുന്നു, ഇവിടുത്തെ അവസ്ഥ ഇങ്ങനെ ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല. അപ്പൊ എൻ്റെ ഒരു പിന്നെ എനിക്ക് ഈ സിന്ത് വേവ് വന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് സ്ട്രിപ്പിംഗ് ഓൺ സിന്ത് വേവ് നല്ല ഒരു എങ്ങനെയെങ്കിലും ഇവിടെ അപ്ലൈ ചെയ്യണം, അങ്ങനത്തെ സിനിമകൾ കിട്ടിയാലേ ചെയ്യാൻ പറ്റുള്ളൂ. ദിസ് ഫെൽ ലൈക്ക് ദ പെർഫെക്റ്റ് വെഹിക്കിൾസ്, നിർമ്മലിന് ഡിട്രോയിറ്റ്. ആൻഡ് അപ്പോൾ ആ ബീറ്റ് ആദ്യം റെഡിയാക്കി, ഒരു ബീറ്റ് കിട്ടി. ബീറ്റിന്റെ മുകളിൽ പിന്നെ ഞാൻ നോർമലി അതിനുള്ളിൽ റിയാക്ട് ചെയ്യുക ചെയ്യുന്നത്. ബീറ്റിനുള്ളിൽ ഞാൻ ഇമോഷൻ കിട്ടി. അപ്പോൾ ഞാൻ ഐ ഫെൽറ്റ് ഓക്കെ ദ സോങ് മൈറ്റ് ഇറ്റ് ബി ഒരു മോർണിംഗ് ആംബിയൻസിലാണ് പാടം തുടങ്ങുന്നതെന്ന് പറഞ്ഞു പുള്ളി. ഐ തിങ്ക് ഇറ്റ് വിൽ ബി നൈസ് ഇഫ് ഒരു ഫീമെയിൽ സിംഗിങ്, നഗരങ്ങളെ പറ്റി ഇഷ്ടപ്പെടുന്ന ഒരു വേഴ്സ് ഉണ്ടെങ്കിൽ. ഞാൻ നേഹയായിട്ട് അതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. നേഹ ആക്ച്വലി വേ ബാക്ക് ഒരു ആൽബം ടൈമിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേഹയാണ് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് എനിക്ക് ഇങ്ങനെ ട്യൂൺ ഉണ്ട്, ഷാൽ വി റൈറ്റ് സംതിങ്. ഐ തിങ്ക് ഷീ റോട്ട് ദ ലിറിക്സ് എനിക്ക് തോന്നുന്നതാണ്. നേഹയാണ് അത് എഴുതിയത്. ഫസ്റ്റ് യു മേക്ക് മീ ഫീൽ അതെഴുതി. അത് ആക്ച്വലി ഈ സിറ്റിനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ ഒരു ബീറ്റ് കയറുന്ന സമയത്താണ് ഈ തമിഴ് ആൾക്കാർ ഒപ്രഷൻ, ദാമോദറിന്റെ ഒപ്രഷൻ കൂടെ അവിടെ വേണമല്ലോ. അപ്പൊ ഐ ഫെൽ ദാറ്റ് ആ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ, ഒരു സോഫ്റ്റ് വന്നു, പിന്നെ ഒരു മാറ്റർ പറഞ്ഞിട്ട് പിന്നെ മെലഡിയിലോട്ട് കയറി, പിന്നെ ഇയാൾ വന്നു. അപ്പൊ അതിനകത്തൊരു സ്ട്രക്ചർ ഒന്നുമില്ല. അപ്പൊ ആ ബീറ്റ് കഴിഞ്ഞ് ഞാൻ ഈ പാട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ ആദ്യം ഈ റാപ്പർക്ക് അയച്ചു കൊടുത്തു. സെയിന്റ് എന്ന് പറഞ്ഞത് മലേഷ്യൻ റാപ്പർ. സെയിന്റ് കുറെ പുള്ളി ഞെട്ടിപ്പോയി. അന്ന് ആക്ച്വലി വേ ലെങ്തി അതാണ്. ഇപ്പൊ പാട്ടിലുള്ളതിനെക്കാട്ടിലും റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുള്ളി അത്. അപ്പൊ ആ വേഴ്സ് ഞാൻ എന്ത് ചെയ്തു, ചോപ്പ് ചെയ്ത് ആവശ്യമുള്ളിടത്ത് ഓരോ മാറ്റർ പറയുന്നത് വെച്ചിട്ട് പിന്നെ എൻ്റെ പാട്ടിട്ടു, ഹുക്ക് ഇട്ടു, പിന്നെ അടുത്ത പുള്ളിയുടെ മാറ്റർ ഇട്ടു, ഹുക്ക് ഇട്ടു. അങ്ങനെ ഒരു പ്രോഗ്രഷൻ. പിന്നെ ഈ ഇഷയുടെ ക്യാരക്ടറിന് ഒരു കഥക് ഡാൻസർ ആണ്. അപ്പൊ നടുക്കൊരു ആ ഒരു തില്ലാന പോർഷൻ അവിടെ ഇട്ടു. അതാ ഇവോൾവ് ചെയ്യുന്ന അറിയുന്ന കാര്യങ്ങളെല്ലാം കൂടെ കൊട്ടി. പക്ഷെ അതാ നമ്മൾ ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാരണം വെച്ചാൽ ഈ പാട്ട് ഹിറ്റാവുന്നൊന്നും ചിന്തിച്ചില്ല. പടത്തിന്റെ ഒരു വൈബ് കിട്ടണം എന്നുള്ളത് മാത്രമേ നമ്മുടെ ഉദ്ദേശമുള്ളൂ. ഇത്ര വർഷമായിട്ടും ആ മാജിക് എങ്ങനെയായത് ഉണ്ടായത് ഇപ്പോഴും ഞാൻ അത് ആലോചിക്കും. സം സോങ്സ് ലൈക്ക് ദാറ്റ്.
ചില നമ്മൾ പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ഈ ആളുകളുടെ ചെവി എങ്ങനെ ഇതിനെടുക്കണേന്ന് നമുക്ക് പിന്നെ എപ്പോഴും ദാറ്റ്സ് വാട്ട് യു ഹാവ് ടു. അതാണ് ഈ ജോണർ. ഐ ഫീൽ ലൈക്ക് ഇപ്പം നമ്മളൊരു ജോണർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ജോണറോട് കുറച്ചും കൂടെ നമ്മൾ കേട്ട് യു ഹാവ് ടു വർക്ക് ഔട്ട് നമ്മുടെ ഇമോഷൻ ഓൺ ടോപ്പ് ഓഫ് ദ ജോണർ. അവിടെയാണ് പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാവുന്നത്. ഇപ്പൊ സിന്തോ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് റെണ ഉണ്ടായത്, അല്ലെങ്കിൽ അത് വരില്ല. ആ ട്യൂണൊന്നും അതിൽ നിന്ന് ഒന്നായ ഒരു ഓഫ്സെറ്റ് ആണ്. ആക്ച്വലി ഇറ്റ്സ് ദാറ്റ് വൈബ് ദാറ്റ് വാസ് മോർ ഇമ്പോർട്ടന്റ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ്. സിനിമ വലിയ രീതിയിൽ മുന്നേറുന്നു. 50 crore ക്ലബ്ബ്, ഈ ഫാമിലി ഓഡിയൻസ് ഭയങ്കര രസമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് തിയേറ്ററിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ത്രില്ലർ സിനിമയാണ്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഇമോഷണൽ ഹുക്ക് പോയിന്റ്സ് എല്ലാം വളരെ വിസിബിൾ ആയിരുന്നു. ആളുകൾക്ക് ഈ ക്യാരക്ടറിന്റെ ജേണിയിൽ കൂടെ നിൽക്കുന്നുണ്ട്. ഈ ത്രില്ലർ സിനിമകൾ ഒരുപാട് ചെയ്ത തിയേറ്ററാണ്. എനിക്ക് തോന്നുന്നു പല ലീഡ് ക്യാരക്ടേഴ്സിന്റെ പല ബാക്ക് സ്റ്റോറി ഫോളോ ചെയ്ത് മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ്. ഈ പിന്നെ ഒരു ത്രില്ലർ ചെയ്യുമ്പോഴേ ഇത് ഞാൻ എന്ത് ചെയ്യും, അതെങ്ങനെ ആ പ്രശ്നമില്ല ഇപ്പൊ. കാരണം ഇപ്പം ഞാൻ പറയാറ് എന്റെ 5ാമത്തെ ഒരു എന്താ പറയാ ഒരു പോലീസ് ത്രില്ലർ ഹിറ്റ് മൂവി ആയിരിക്കും. കാരണം ഇപ്പൊ ധ്രുവങ്ങൾ 16, അല്ലെങ്കിൽ പോർത്തൊഴിൽ, പിന്നെ കൽക്കി ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഗരുഡൻ. അത് ഇത് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി എനിക്കൊന്ന് ഈ ഇരട്ട പോലീസ് സ്റ്റോറി ഇരട്ട ചെയ്യുന്ന സമയത്തായിരുന്നു. ജിത്തുബായോട് അതിനു മുമ്പ് ഞാൻ ഭ്രമത്തില് ജിത്തുബായ ചീഫ് അസിസ്റ്റന്റ്. സോ ആ സമയത്ത് നല്ല ടച്ചിലുണ്ടായിരുന്നു. കാരണം പുള്ളിയായിരുന്നു എന്നെ കോൺടാക്ട് ചെയ്തോണ്ടിരുന്നത് പാട്ടിന്റെ കാര്യങ്ങൾക്കൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇരട്ടയുടെ സമയം വന്നപ്പം മ്യൂസിക് സിറ്റി ഞാൻ കഴിഞ്ഞ് പടം ഫൈനൽ ഔട്ട് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഒരു സാധനമുണ്ട്, ഞാൻ വരുന്നുണ്ട് ജെക്സൺ വന്നു. എനിക്കറിയാലോ ഡാർക്ക് കമേഴ്ഷ്യൽ പിടിക്കാൻ ചിത്തുപോയി. ഇല്ലില്ല ഇത്തവണ വേറെ പരിപാടിയായിരിക്കും. അപ്പം കാരണം ഇരട്ടയിലും നമ്മൾ ആക്ച്വലി വളരെ ഒരു സട്ടിൽ ആൻഡ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂഡി സ്കോറിങ്. ഇരട്ട, സല്യൂട്ട്, ഈ പടങ്ങളൊക്കെ യു വിൽ നോട്ട് നോട്ടീസ് ദ സ്കോർ, ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് വൺ ഓഫ് മൈ ബെസ്റ്റ് വർക്ക്സ് ഞാൻ പറയും. ഈ പറഞ്ഞത് കാരണം സല്യൂട്ട് എനിക്ക് ഒരുപാട് ബാക്ക്ലാഷ് വന്നതാണ്. കാരണം ഫാൻസ് നോക്കുമ്പോൾ എലിവേഷൻ ഇല്ല. അപ്പൊ എന്നെ വിളിച്ച് ജെയ്ക്സിന്റെ ഏറ്റവും മോശം സ്കോറുള്ള ഒന്നാണ് സല്യൂട്ട് എന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം അപ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നത് ഓഡിയൻസിന് വേണ്ട ഹീറോന് ഒരു കാരണം വെച്ചാലും, ഫാൻസിന് എസ്പെഷ്യലി ഹീറോന് ഒരു കാരണം വെച്ചാലും നമ്മള് കഥക്കനുസരിച്ചല്ല അവർക്ക് വേണ്ടത്. ഹീറോ ബൈക്കിൽ വരുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പമ്പ് ഇറ്റ്. മനസ്സിലായോ? അവിടെയാണ് ഞാൻ കാരണം നമ്മൾ കഥക്കനുസരിച്ച് പോയി അത് പെർഫെക്റ്റ് ആയിട്ട് ഒരു പരിപാടി ചെയ്തു വെക്കുമ്പോൾ ദേ നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. അവർ നോക്കുമ്പോൾ അവരുടെ ഹീറോ വരുന്ന ഒന്നും ചെയ്യുന്നില്ല അവിടെ. പക്ഷെ ഐ ആം ട്രാവലിംഗ് വിത്ത് ദ സ്റ്റോറി, ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. അവിടെയാണ് ആ മിസ്മാച്ച്. ഒരു വലിയ നടൻ ഒരു കണ്ടന്റ് സിനിമ ചെയ്യുമ്പോഴുള്ള ഒരു സംഭവം. ബട്ട് ഐ സ്റ്റിൽ തിങ്ക് സല്യൂട്ട് ഇസ് എ മാസ്റ്റർ പീസ്. അടിപൊളി വർക്കാണെന്ന് ഞാൻ എല്ലാം ഓൾ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ ഇരട്ട ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്നോട് ജിത്തുബായ് പറയുന്നത് ഒരു പടമുണ്ട്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് എന്നെ മെസ്സേജ് ചെയ്ത് പറഞ്ഞു ഇങ്ങനെ മാർട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്, ചാക്കോച്ചൻ്റെ ഒരു സബ്ജക്റ്റാണ്, ജെക്സ് ഒന്ന് കഥ ഒന്ന് വായിച്ച് നോക്കാൻ പറഞ്ഞു. കഥ വായിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കുറച്ച് കൺസേൺസ് ഒക്കെ പറഞ്ഞു. പക്ഷെ ഫസ്റ്റ് ഫ്യൂ പേജസ് വാസ് ബ്രില്യൻറ്റ്. അതുകൊണ്ട് അവർ പിന്നെ ഈ ടീമിൻ്റെ ഒരു ഗുണം അതാട്ടോ, ദേ ഗോ ബാക്ക് ടു എഴുത്തിൽ അവർ അത്രയും ഇരുന്ന് വർക്ക് ചെയ്ത് പിന്നെ എടുത്ത് ഡ്രാഫ്റ്റ് വന്നു. അതുകൊണ്ട് 6 മാസം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 1 year കഴിഞ്ഞിട്ടാണ് ഷൂട്ടിൽ പോയത്. ഷൂട്ട് പോയി നമ്മൾ ഫുട്ടേജ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ടും നമ്മുടെ ഇരട്ടയിലും സംഭവിച്ച കാര്യമാണ്, ഓഫീസിലും സംഭവിച്ചതാണ്. അതായത് ഒരു സജഷനോ ഒരു വാലിഡ് പോയിന്റ് ഉണ്ടെങ്കിൽ ദേ വിൽ ഗോ ബാക്ക് ആൻഡ് ഷൂട്ട് ഇറ്റ്. അത് ചെറിയ പാച്ചസ് ആണെങ്കിൽ പോലും ഇരട്ടയിൽ എനിക്കറിയാം എന്തോരം സീൻസ് ജോയിച്ചേട്ടൻ തിരിച്ച് ഏലപ്പാറയ്ക്ക് പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വാഗമണി പോയിട്ട്. ലിറ്ററലി എന്തെങ്കിലും ആ ഒരു തരം ഒരു ഡീപ്പ് പാഷനുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ ഒരു ടീം എനിക്ക് തോന്നുന്നു. അപ്പം ഐ നോ ഇറ്റ് വിൽ നോട്ട് ബി ഒരു കാരണം വെച്ചാൽ ഇത് 4 കാലം നിൽക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇതിൻ്റെ പേസിങ് ഇപ്പം 3 പടം ഇവർ ചെയ്യുന്നതിൻ്റെ പേസിങ് അല്ല. അപ്പം പിന്നെ സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ വരുമ്പം നമ്മുടെ ഈ ത്രില്ലർ ഫോമുല മാറ്റി കുറച്ചും കൂടെ കമേഴ്ഷ്യലായിട്ട് ആ പടത്തിന് ഒരു ഹൈ മൊമെന്റ്സ് കൊടുക്കാൻ നമ്മൾ 3-4 ഹൈ മൊമെന്റ്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ. യു ഹാവ് ടു ഹിറ്റ് ദോസ് ഹൈ മൊമെന്റ്സ്. അവിടെ കൈയ്യടി കിട്ടിയ തീരും. അത് കണ്ടാ അറിയാം. ഇപ്പം ആ ഹൈ മൊമെന്റ്സിലാണ് ഞാൻ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. എസ്പെഷ്യലി ഞാൻ ആ സമയത്ത് കുറച്ച് ടൈം കൺസ്ട്രെയിനിലാണ് ഈ പടം ചെയ്തത്. 2 weeks മാക്സിമം 2.5 weeks അത്രേ ഉള്ളൂ. ബിക്കോസ് അതിന് മുമ്പ് കുറച്ച് തീംസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ത്രില്ലർ ആയതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ഇല്ല. ഇവരെല്ലാം ടെൻഷൻ എടുത്താലും എനിക്കറിയാം ലാൻഡ് ചെയ്യുന്നുള്ള അറിയാലോ. അപ്പം ഈ ഹൈ മൊമെന്റ്സ് കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ
മാർട്ടിൻ ഞാൻ ആദ്യം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് പിന്നെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും ആദ്യം കാണിച്ചത് ടെയിൽ എൻഡ് പോർഷനാണ്. ഹൗ ഡസ് ചാക്കോച്ചൻ വാക്ക് ഔട്ട് ഓഫ് ദ സ്ക്രീൻ. അത് മാർട്ടിൻ സെറ്റായി. അതപ്പോൾ സെറ്റായ ഓഡിയൻസ് ഹാപ്പി ആവും അവിടെ. പിന്നെ നമുക്ക് റിവേഴ്സ് അല്ലേ, അത് ബിൽഡ് ചെയ്താൽ മതിയല്ലോ. This is how you're going to end the film. Theme is going to come like this. Villains are going to end like this. ആ ഒരു ഡിസൈൻ ഉണ്ടോ, അതിൽ ഹൈ ഉണ്ടോ? കാരണം മിക്കവാറും ഈ കുറച്ച് ലാസ്റ്റ് മിനിറ്റിൽ വർക്ക് ചെയ്യുമ്പോഴേ നമ്മൾ ക്ലൈമാക്സ് വർക്ക് ചെയ്തതിലുള്ള പ്രശ്നം അവിടെ പോയി എന്തെങ്കിലും അടിച്ചു കൂട്ടിയാൽ, സപ്പോസ് അടിച്ചു കൂട്ടിയാൽ എന്നുള്ള ടേം അല്ല, ബട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റിൽ അവിടെ വന്നില്ലെങ്കിൽ അത് കൊളോസൽ മിസ്റ്റേക്ക് ആയി പോകും. അത്ര നേരം ചെയ്തു എല്ലാം വേസ്റ്റ്. കാരണം നമ്മൾ ഈ ഡയലോഗിനിടയ്ക്കെല്ലാം കുറെ മെനക്കെട്ടിട്ട് കാര്യമില്ല. ഡയലോഗ് പോർഷൻ്റെ ഐ എം ടെലിംഗ് ഒരു ടൈം ക്രഞ്ചിൽ വർക്ക് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഫോക്കസ് ഓൺ ദ ഹൈ മൊമെന്റ്സ്. ഹൈ മൊമെന്റ്സ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ, ഡയലോഗിനെ ഡിസ്റ്റർബ് ചെയ്യാതെ സ്കോർ പോകുന്നുണ്ടോ? ബട്ട് ഹൈ മൊമെന്റ്സ് മിസ് ചെയ്താൽ തീർന്നു. ആ ഹൈ മൊമെന്റ്സ് ഡയറക്ടറായിട്ട് ഇരുന്ന് എന്താണ് ഹൈ മൊമെന്റ്സ്, ഫസ്റ്റ് ഹാഫിൽ ഓൾറെഡി നമ്മൾ സെറ്റാണ്, ടൈം ഇല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ എവിടെയാണ് ഹൈ മൊമെന്റ്സ് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു കോൾ എടുത്ത് പോകാന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് ഓഫീസിൽ ലാൻഡ് ചെയ്തു. ഈ നിയോൺ റൈഡ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ കറന്റ് ട്രെൻഡിങ് സോങ് ഇതാണ്. ഇത് ഫസ്റ്റ് എനിക്കൊന്ന് ഓഡിയോ ലോഞ്ചിൽ ഒന്ന് ചാക്കോച്ചനും ഈ പിള്ളേരും കൂടെ ഡാൻസ് ചെയ്യുമ്പോഴാണ് ഇത് ആളുകൾ ആദ്യം ഹുക്കാവുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്, പടം ഇറങ്ങിയതിന് ശേഷമുള്ള അപ്രിസിയേഷൻ പോസ്റ്റുകളിലെല്ലാം ഈ മ്യൂസിക്കിന്റെ സാന്നിധ്യമുണ്ട്. സിനിമയിലും ഈ പാട്ട് ഭയങ്കരമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഈ നിയോൺ റൈഡിന്റെ ഒരു ഫോർമേഷൻ. നിയോൺ റൈഡ് ആക്ച്വലി പടത്തിന് പ്രൊമോ സോങ് വേണം. അപ്പം ഇപ്പം എല്ലാം ട്രെൻഡാണല്ലോ, പ്രൊമോ സോങ് വേണം. അപ്പം ഇതിൻ്റെ പടം മാർക്കറ്റ് ചെയ്യാനൊരു കണ്ടന്റ് വേണം. അപ്പം ഇവരുടെ കൂടെ ഒരു പാട്ട് അപ്രൂവ് ചെയ്യണമെങ്കിൽ ഭയങ്കര പാടാണ്. ഞാനൊരു 5-6 പാട്ട് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വിജയ് പാടിയ ഒരു ഇമോഷണൽ സോങ് പുഞ്ചിരി നൂൽ എന്ന് പറഞ്ഞ പാട്ട്. ബട്ട് ഐ ലൈക്ക് ദാറ്റ് കേട്ടോ. കാരണം അവർ വേണ്ട ഒരു സ്പേസിലോട്ട് പറഞ്ഞാൽ മാട്ടിച്ചേട്ടൻ ഭയങ്കര മ്യൂസിക്കിലാണ്, ജിത്തുഭായി മ്യൂസിക്കിലാണ്. ആൻഡ് ദ എൻറ്റയർ ടീം ഇസ് ഹൈ ഓൺ മ്യൂസിക്കിൽ, ഭയങ്കര ഒരു അഗ്രഗണ്യന്മാരെ. സോ അവരെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല. സോ ഒരു മോഡ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം നിയോൺ റൈഡിന്റെ ബീറ്റും എനിക്ക് ഇത് ഇമോഷണൽ കഴിഞ്ഞ ഉടനെ ഞാൻ 1-2 ബീറ്റുകൾ വർക്ക് ചെയ്യുന്ന ഒന്നും വർക്ക് ആവുന്നില്ല. അപ്പം ഒരു ദിവസം രാത്രി എൻ്റെ ഒരു എക്സിസ്റ്റിംഗ് ഒരു ബീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബീറ്റിന് മുകളിൽ ഞാൻ കുറച്ചിരുന്ന് വർക്ക് ചെയ്തിട്ട് ആ ബീറ്റ് മാത്രം ഒന്ന് അയച്ചു കൊടുത്തു. ലിറിക്സ് ഒന്നുമില്ല. ഇത് പൊളി മാർജാൻ പറഞ്ഞു, മാർജാൻ ജിത്തുഭായി പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഞാൻ പാട്ട് പാടിയിട്ടു. പാട്ട് മലയാളത്തിൽ തുടങ്ങിയിട്ട് തീർന്നു, കയ്യിൽ നിന്ന് പോയി. ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. അപ്പം ഞാൻ പിന്നെ ആ മലയാളം പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ബേബി എന്നോട് പറഞ്ഞു, ബേബി ഒന്ന് വരാം, നമുക്കൊന്ന് ഇതിൻ്റെ മുകളിൽ ഒരു പരിപാടി ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ബേബി വന്നിട്ട് ഞാനപ്പോൾ ഒരു ഫ്ലോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫ്ലോയുടെ മേലെ ബേബി വേഴ്സ് ചെയ്തു. ഹുക്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഹുക്ക് കിട്ടി. ഈ തുടക്കം ഒരു രീതിയിലും മലയാളം വർക്ക് ആവുന്നില്ല. അപ്പൊ എന്നെ സുഹേൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ. സുഹേലിനെ ഈ സമയത്ത് പറയാതിരിക്കാൻ, സുഹേൽ വന്നിരുന്ന് ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാം, ഇംഗ്ലീഷ് എഴുതി തന്നു. ഇംഗ്ലീഷ് വർക്ക് ആവുന്നില്ല. മലയാളം ഒരു ചൊല്ല് പോലെ പൊളിയായിട്ടും സുഹേൽ എഴുതിയായിരുന്നു. അതും അങ്ങോട്ട് ആ ക്യാരക്ടേഴ്സിന്റെ ആ ഒരു ഭയങ്കര ഒരു പ്രീച്ചിയായി, അല്ലെങ്കിൽ കേട്ട ഒരു പരിപാടിയായി. അങ്ങനെയാണ് ഒരു സ്പാനിഷ് റെഫറൻസ് ഞാൻ കേട്ടിരുന്നത് ഇതിനിടയിൽ. എന്നാൽ സ്പാനിഷ് തന്നെ പാടി നോക്കാം, ഒരു വോയിസ് വരുമ്പോൾ ഒരു വേറൊരു വൈബ് കിട്ടുമായിരിക്കുന്ന കരുതി. ഇപ്പം ഇത് സ്പാനിഷ് പാടാനാണ് തപ്പിപ്പോൾ ഞങ്ങൾ ഫൈവർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ഫൈവറിൽ പോയി തപ്പിട്ട് ആ ഒരു റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ വിൻസെൻ്റ് ഏട്ടൻ എൻ്റെ കോർഡിനേറ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ആരെങ്കിലും സ്പാനിഷ് പാടുന്നത് വിൻസെൻ്റ് അർജൻറ്റാണ്, ഒരു ടൈമും ഇല്ല. അവർ കൊച്ചിടെന്ന് പറഞ്ഞു പാടി. ഞാൻ ട്രാക്ക് അയച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതാണ് മൂഡ്. ബേസിക്കലി ആ ഫ്ലോയും പറഞ്ഞു കൊടുത്തു. നല്ല കിടലിനായിട്ട് പുള്ളിക്കാരൻ പാടുന്നത് ഒരു പാട്ട് അപ്പൊ ലാൻഡായി. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു മൂഡിലോട്ട് ഇട്ട് ഇവർക്കെല്ലാം വൺ വർക്ക്. ജിത്തുഭായി അത് പറയുന്നുണ്ട്, മലയാളം വർക്കല്ല തമിഴ്. പുള്ളി ഉണ്ടല്ലോ ഭയങ്കര വൈകാരിക, ഭയങ്കര ഇമോഷണൽ ആവും. പറ്റത്തില്ല, ഇതെന്തോ പരിപാടി, ഇത് വർക്കാവുന്നില്ല. ഞാൻ പരിഹാരം ഉണ്ടാക്കാം, എന്നോട് പറയും ഞങ്ങളെല്ലാം ഇങ്ങനെ മുള്ളുമ്പോൾ ജയിക്സ് ഇങ്ങനെ ചില്ലായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറയും ജിത്തുഭായി ഇത് സ്പാനിഷ് വന്നാൽ സെറ്റാവും, പേടിക്കണ്ടി കേട്ട് പുള്ളി ഓക്കെ. അങ്ങനെയാണ് നിയോൺ റൈഡ് ഒരു സ്ട്രക്ചറിലോട്ട് വരുന്നത്. ഇത്രയും പറയുമ്പോഴേ, അതായത് ഒരു ലോങ് കരിയർ, ഹിറ്റുകള്, ഈ ഇൻഡസ്ട്രിയിൽ ഒരു പാർട്ട്, ഈ മ്യൂസിഷ്യൻസ് പാർട്ട് നോക്കി കഴിഞ്ഞാൽ അതിലെ ഈ നോട്ടബിൾ വർക്ക്സ് ചെയ്യുന്നു, സിനിമകൾ അത്രയധികം ചെയ്യുന്നു, പല ഭാഷകളിൽ ചെയ്യുന്നു. എനിക്ക് അവിടെ ചോദിക്കാനുള്ളത് ഈ പരാജയങ്ങളെ പറ്റിയാണ്. എസ്പെഷ്യലി കിങ് ഓഫ് കൊത്തയുടെ കാര്യം തന്നെ എടുക്കാം. ആ സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സൗണ്ട് സ്കേപ്പ് ആവട്ടെ, ചെറിയ ചെറിയ തീമുകൾ, പാട്ടുകൾ, ഇതെല്ലാം വലിയ രീതിയിൽ ആക്സെപ്റ്റഡ് ആണ്. ഈ സിനിമയെ പമ്പ് ചെയ്യാൻ ഇതെല്ലാം സഹായിക്കുന്നുണ്ട്. എന്നാൽ എവിടെയൊക്കെയോ സിനിമയുടേതായിട്ടുള്ള മറ്റ്
പല കാര്യങ്ങളായിരിക്കാം whatever സിനിമ സ്വീകരിക്കപ്പെടുന്നില്ല. ഇത്ര എഫേർട്ട് ഒരു സിനിമയ്ക്ക് ഇടുന്നു, അതും ലാർജ് സ്കെയിൽ സിനിമ, ഫെസ്റ്റിവൽ റിലീസ്, അതിൻ്റെ ഒരു സെറ്റ് ബാക്ക് ശരിക്ക് മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയിനെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നതാണോ? അല്ല, ഒരു പടം വിജയിക്കാതെ വരുമ്പം 100%, അത് എന്നെ മാത്രമല്ല, ഇപ്പം ഈ അടുത്തൂടെ ഓഫീസർ ഡ്യൂട്ടിക്ക് മുമ്പ് എന്തോ ഒരു സിനിമകൾ ഞങ്ങൾ ടീം, ഞാൻ മാത്രമല്ല എന്തോരം പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഡേ നൈറ്റ്. പക്ഷെ കൊത്ത ഒരിക്കലും എന്നെ സംബന്ധിച്ചൊരു പരാജയത്തായിട്ട് ഞാൻ പറയില്ല. കാരണം ഓക്കെ, കൊത്തയ്ക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു മ്യൂസീഷ്യനായി എനിക്ക് ഐ ഗോട്ട് ഇനഫ് ടൈം, ഐ ഗോട്ട് വൺ ഓഫ് ദ ബിഗസ്റ്റ് സ്റ്റാർസ്, ഐ ഡിഡ് ദ ബെസ്റ്റ് ഐ കുഡ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ മാക്സിമം ഞാൻ ആ പടത്തിൽ ചെയ്തു. ആൾക്കാർക്ക് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്, ശരിയാണ്. അത് അവർ ആ ഹൈപ്പ് ജനങ്ങൾ അത്ര സ്വീകരിക്കാൻ റെഡിയായ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷെ അത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. ഞങ്ങൾ അന്ന് ദുബായിലായിരുന്നു, അത് റിലീസ് ചെയ്യുന്ന സമയത്ത്, വന്ന് ലാൻഡ് ചെയ്യുന്ന സമയത്ത് വി ഓൾ ഗോട്ട് ഇറ്റ്. ആ ഒരു ദിവസം ഒരു മൊമെൻ്റ് ഓഫ് സൈലൻസ് ആയിരുന്നു. പക്ഷേ കൊത്ത കാരണം എനിക്ക് അതിന് ശേഷമാണ് തെലുങ്കിൽ എന്നെ ശരിക്കും ആൾക്കാർ നോട്ട് ചെയ്തത്. ആ കൊത്തയുടെ തീംസ് ഇന്നും എല്ലാ എഡിറ്റിലും, ഇൻക്ലൂഡിങ് സം ഓഫ് ദ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ മൂവീസിലും റെഫറൻസസ് ആയിട്ട് കൊത്തയുടെ ബീജിയംസ് ആണ് അവർ എഡിറ്റിൽ യൂസ് ചെയ്യുന്നത്. എഡിറ്റർ തന്നെ വിളിച്ച് പറഞ്ഞു. എന്നെ നാനി അതിൻ്റെ ആ മോഷൻ പോസ്റ്ററിൻ്റെ ട്രാക്ക് കണ്ടിട്ടാണ് എന്നെ സരിപ്പോത ശനിവാരത്തിൽ വിളിക്കുന്നത്. സോ കൊത്ത ഹാസ് ഗിവൻ മീ, എൻ്റെ കരിയറിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇങ്ങോട്ട് വരാൻ കൊത്ത ഹാസ് ബീൻ വെരി വെരി ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ ഞാൻ ആ സിനിമേനെ എന്നെ സംബന്ധിച്ചുള്ള ഒരിക്കലും ഒരു പരാജയത്തോടെ ഞാൻ പറയില്ല. എൻ്റെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു കൊത്ത. അതിൽ നിന്ന് ഞാൻ പറയുന്നത് DQ ആണെങ്കിൽ പോലും ഡബിൾ അപ്പ് ഡിപ്സ് ഗെയിം ഞാൻ പറയുന്നത്. ഇപ്പം ലക്കി ഭാസ്കർ വന്നു, ഞാൻ കാന്തയുടെ കുറച്ച് ഫുട്ടേജസ് കണ്ടു, ഇറ്റ്സ് ഗോയിൻ ടു ബ്ലോ യുവർ മൈൻഡ്. പുള്ളി അതിനകത്ത് എടുത്തിരിക്കുന്ന എഫേർട്ട്, ഇപ്പം അടുത്ത പടം വരുന്നതിലായാലും അങ്ങനെ ഒരു സെറ്റ് ബാക്ക് വരുമ്പം യു ലേൺ ഫ്രം ഇറ്റ്. പക്ഷേ അതിന് എന്താ പറയുക, ആ സിനിമ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്താതെ വന്നപ്പോൾ ഉള്ള ഒരു ബാക്ക്ലാഷ് ആണ്. എനിക്ക് എന്തോരം ഹേറ്റഡ് ഉണ്ടായിരുന്നു, എന്തോരം ഒരു എന്തൊക്കെയോ ആൾക്കാർക്ക് ഒരു സന്തോഷം കിട്ടിയ പോലെ ആയിരുന്നു കൊത്ത വീണപ്പം, യുനോ. ആൻഡ് ഈ സോഷ്യൽ മീഡിയ ആൻഡ് സി അങ്ങനെ അല്ലല്ലോ നമ്മൾ വി ആർ ട്രൈൻ. മലയാളത്തിൽ നിന്നൊരു സിനിമ ഒരു പാൻ ഇന്ത്യൻ അക്സെപ്റ്റൻസിലോട് പോകുന്നു. അതാണല്ലോ ഇവിടെ നമ്മൾ ബഡ്ജറ്റ് ഇല്ലായ്മയും OTT-കാർ പൈസ തരാത്തതിൻ്റെ ഒക്കെ റീസൺ അതാണ്. വി ഡോണ്ട് ഹാവ് ദാറ്റ് മാർക്കറ്റ് ബിഗ് ഇനഫ്. സോ നമ്മൾ നമ്മുടെ ആക്ടേഴ്സിനോ നമ്മുടെ ഫിലിം മേക്കേഴ്സിനോ യു ഷുഡ് എൻകറേജ് ദം ടു മേക്ക് കണ്ടന്റ് ദാറ്റ്സ് മലയാളത്തിൽ നിന്നും വേറെ ഭാഷകളിലോട്ട് പോകാനുള്ള കണ്ടന്റാണ് നമുക്ക് വേണ്ടത്. അപ്പം അങ്ങനെ ഒരു കണ്ടന്റ് അറ്റംപ്റ്റ് ചെയ്തു, ശരി വർക്കായില്ല. പക്ഷേ അതിൽ വന്ന ബാക്ക്ലാഷ് അങ്ങനെ അല്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും ഒരു എന്താ പറയുക, അതിനെ ഓക്കെ വി ഫെയിൽഡ് ചെയ്യുക, വാട്ട് ക്യാൻ വി ഡു എന്നുള്ളൊരു സാധനം എടുത്തിട്ട് അടുത്ത ലെവലിലോട്ട് എവറിബഡി ഈസ് അപ്പ് ദ ഗെയിം എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് അതൊരു തരം കറക്റ്റീവ് മെക്കാനിസം ആയിരുന്നു. ആൻഡ് ഐ തിങ്ക് എന്നെ സംബന്ധിച്ചോളം ആ പടത്തിൽ നിന്ന് എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ. എനിക്ക് ഇപ്പം അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന പടമായാലും ആൻഡ് ദേവ ഞാൻ ഈയിടെ ചെയ്ത്, അതൊക്കെ ഇതിൻ്റെ ഒരു എവരിബഡി ന്യൂ മീ ഫ്രം കിങ് ഓഫ് കൊത്ത. ഈ കൊത്തയ്ക്ക് പറയുമെങ്കിൽ ഒന്ന് ഈ തെലുങ്ക് സിനിമ മെൻഷൻ ചെയ്തുകൊണ്ട് സനിപ്പോത ശനിവാരം, ഈ ആ സിനിമ കാണുന്ന മലയാളികളുടെ ഓരോ പോസ്റ്റിലും എനിക്ക് തോന്നുന്നു മെൻഷൻ ഉണ്ടായിരുന്നത് ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും തീമുകളെ പറ്റിയായിരുന്നു. ആ സിനിമയുടെ സ്വഭാവത്തിലൊരു തെലുങ്ക് സിനിമയുണ്ട്, ഈ പറഞ്ഞ പമ്പിങ് ഹൈ ഒക്ടെയിൻ മൊമെന്റ്സ് ഉള്ള സിനിമയാണ്. ഈ മൊമെന്റുകളെല്ലാം ഇവിടെ ആളുകൾ കണക്ട് ആവണമെങ്കിൽ ഈ മ്യൂസിക് ഇല്ലാതെ നടപടി ആവുകയില്ല. ഈ സനിപ്പോത ശനിവാരം ഇതിൻ്റെ ഈ പറഞ്ഞ മീറ്റർ കൂടിയ സ്കോറുകൾ എന്താ അതിൻ്റെ ഒരു അല്ല, എനിക്ക് ഈ കൊത്തയും പിന്നെ നമ്മുടെ അയ്യപ്പനും കുറേ കമേഴ്ഷ്യൽ പടങ്ങൾ ചെയ്തിട്ട്, പിന്നെ തെലുങ്കിലും ഞാൻ ടാക്സി വാല ചെയ്തു, ചാവു കബർ ചല്ലക, പക്ക കമേഴ്ഷ്യൽ കുറേ പടങ്ങൾ ചെയ്തു. അപ്പോൾ ഐ ഓൾറെഡി നോ വേർ ഐ എം മേക്കിംഗ് മിസ്റ്റേക്ക് ഇൻ ടേംസ് ഓഫ് എലവേഷൻ, ഹീറോ എലവേഷൻ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്നുള്ള ഒരു പഠനമായിരുന്നു അവിടെ പോയി. ശരിക്കും ഈ ഒരു പ്രോസസ് ഇപ്പോൾ സരിപ്പോതായപ്പം ഓൾമോസ്റ്റ് വെൽ ഫോംഡ് ആയി, യുനോ. ഓക്കെ, തീംസ് വന്നു, ഓക്കെ ഹീറോ എൻട്രി അവിടെ, വില്ലൻ എൻട്രി അവിടെ, ഫോമിലേക്കാണല്ലോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എൻ്റെ ടീമിലുള്ള ആൾക്കാർക്കും ഭയങ്കര കറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ജോണറാണ് അത്. കറക്റ്റ് സോളിഡ് സ്കോർസ് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്ര സപ്പോർട്ടുമായിരുന്നു കേട്ടോ വിവേകും നാനി സാറൊക്കെ. ഐ മീൻ ബിക്കോസ് കൊത്ത വർക്ക് ഫോർ ദാറ്റ്സ് ഓൺലി റീസൺ ദേ കോൾ മീ. ദേ നോ എൻ്റെ വർക്ക് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര വലിയൊരു മാസ് കമേഴ്ഷ്യൽ പടം എനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർക്ക് കൊത്ത ഒരു വാലിഡേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ഐ തിങ്ക് പിന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു വെച്ചാൽ ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് തൊട്ട് ടീസർ ട്രെയിലർ ഓരോ പോയിന്റിലും ഓരോ തീംസ് ഇവോൾവ് ആയി വന്നു.
എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ മേക്കേഴ്സിനോട് പറയാറുണ്ട്, ഒരു ടീസർ തരുമോ, ഒരു മോഷൻ പോസ്റ്റർ, ലെറ്റ് മീ കണക്ട് ദ ഫിലിം ആൻഡ് ദ സ്കോ. ഇപ്പോൾ ഇല്ലായ്മയെന്നൊരു തീം ഉണ്ടാക്കുന്നതും കണ്ടോണ്ട് ചെയ്യുന്നതും നമ്മൾ അപ്പൊ ഇവർക്ക് ഈ ഹാപ്പി ബർത്ത്ഡേ പരിപാടി ഉണ്ടല്ലോ, അപ്പൊ ഹാപ്പി ബർത്ത്ഡേ നാനി, ഹാപ്പി ബർത്ത്ഡേ, അപ്പൊ അതിനൊക്കെ നമ്മള് തീംസ് ചെയ്തു. അപ്പൊ നാനി സാറിന്റെ ഹാപ്പി ബർത്ത്ഡേ ആയപ്പോ നമ്മള് ഹീറോ തീം വന്നു, വില്ലന്റെ ഹാപ്പി ബർത്ത്ഡേ തീം വന്നു. പിന്നെ ഇതെല്ലാം സിനിമയിലോട്ട് വന്നപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു. ലൈക്ക് ഓക്കെ എൻട്രി ലാൻഡ് ചെയ്തു, പിന്നെ വില്ലൻ വന്ന് വന്നു, ദെൻ വാട്ട് ഇന്റർവൽ പഞ്ച്, ഓക്കെ ശബ്ദമേ അതിലൊരു ആകാശമേ, യുനോ നമുക്ക് തിയേറ്ററിലിരിക്കുന്ന ഓഡിയൻസ് അറസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ. പക്ഷെ എനിക്ക് അതിന്റെ ഒരു പോസ്റ്റ് റിലീസ് കിട്ടുന്ന അപ്രിസിയേഷൻസ് ഇതുവരെ അതിപ്പം IPL എല്ലാ ടീംസും ഈ സരിപ്പോതയുടെ ബീജം ഇട്ടിട്ടാണ് ഈ ഞാൻ തന്നെ ഒരു പോയിന്റ്, അയ്യോ ഇനി അടുത്ത എന്തെങ്കിലും ചെയ്യണം കൽക്കായിരുന്ന ഒരു ടൈമില്. സോ ഐ എം ഹാപ്പി ദാറ്റ് വേ ദ തീംസ് ആർ ഗെറ്റിംഗ് രജിസ്റ്റേർഡ് ആൻഡ് സോളിഡ്. പക്ഷെ എനിക്ക് ഇവിടെ ഇനി ഒരു കമേഴ്ഷ്യൽ സിനിമയിൽ ഒരു നായകനെ, പക്ഷെ എനിക്കത് സംഭവിച്ചിട്ടില്ല. കാരണം നമ്മുടെ പടങ്ങളെ ഈ പറഞ്ഞ പോലെ മാസ് കമേഴ്ഷ്യൽ മൂവീസ് കറക്റ്റായിട്ട് എനിക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും, സിനിമാപരമായിട്ട് ഒരു സക്സസിലോട്ട് വരുന്നില്ലല്ലോ. അപ്പം അതാണ് ഇനി അടുത്തൊരു എയിം. ലാലേട്ടനും ശോഭന എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കിളി പോയി. ഞാനിപ്പോൾ ഞാൻ ഈരാറ്റോട്ടിലായിരുന്നു, വീട്ടിലായിരുന്നു, ഇങ്ങനെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ലാലേട്ടൻ്റെ പടം ഞാൻ ചെയ്തിട്ടില്ല ഇത്ര വർഷത്തെ ഫസ്റ്റ് മൂവി. അതും ലാലേട്ടൻ്റെ കൂടെ രഞ്ജിത്തേട്ടൻ, സച്ച് എ സ്വീറ്റ് പ്രൊഡ്യൂസർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രഞ്ജിത്തേട്ടനെ. ആ ഹോൾ സോങ്ങിന്റെ മേക്കിംഗ് പ്രോസസ് ആയിരുന്നു എൻ്റെ കുട്ടിക്കാലമാണ്. നമ്മൾ എങ്ങനെയാണ് ഇവരെ കാണാൻ നമ്മൾ കേട്ട് വളർന്ന ലാലേട്ടൻ്റെ പാട്ടുകൾ, പടങ്ങൾ, അല്ല ഇവരുടെ ഒരു കോംബോയിൽ വന്ന പാട്ടുകൾ, അതിനെ എങ്ങനെ മനോഹരമായിട്ട് റീക്രിയേറ്റ് ചെയ്യുക ആൾക്കാർക്ക്. ഞാനും കുറേ നാളെ അങ്ങനെ ചെയ്തിട്ടേ ഇല്ലെന്ന് തന്നെ പറയാം.